പേടിക്കണ്ട, കൈ വെച്ചോളൂ. ആശുപത്രി, ഡ്രസ്സ്, പലചരക്ക്, പ്രസവം, ഹത്യ, മൊത്തം 87,145. 87,145. 1, 2, 3, 4, 6, 7, 8, 9, 10, 21, 24, 25, 26, 42, 43, 44. അതിൽ നിന്ന് 87,155 ഉറപ്പ്. 856, 857, 858. 852, 854, 855. എടാ മോനെ, കള്ളനെന്ന പേരിനെന്ത് ചന്തമാണ് പാട്, കള്ളനായി മാറിയാലും പിന്നെ വേണ്ട നേര് എന്ത് തിപ്പണ്. ഒറ്റമാസം കള്ളനായി മാറിടാത്തതാ, എല്ലിനോളം കള്ളമുള്ളിൽ കണ്ടിടാത്തതാര് എന്ത് ഹമ്പണ്. മാധവന്നു ശിഷ്യനാണ് കേവലാണ്, ശോഭരാജു മൂലമേ കേട്ട വീരനാണ്. ക്രൂരചോരനറിപ്പറല്ല കേടു കാട്ടുന്നില്ല നല്ല കള്ളനാണ്. കള്ളരെന്ന പേര് ചന്തമാണ് പാട്, കള്ളര
നിർത്തണമില്ലല്ലോ. ഹലോ, എന്തിനു വിറയ്ക്കുന്നേ? ഇത് ഞാനാ. ഏത് ഞാൻ? ഏത് ഞാനാ? ഞാനെന്ന് പറഞ്ഞ ആശ. നീയാ? നീ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത്? എനിക്ക് വിളിക്കാൻ പാടില്ലേ? നിനക്ക് എവിടെ നമ്പർ കിട്ടി? ഓ, ഞാനിപ്പോ വിളിച്ചതായി കുഴപ്പം. നിങ്ങൾ എന്തെടുക്ക? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പണിക്കിറങ്ങുമ്പോ വിളിക്കരുതെന്ന്? അത് പിന്നെ നിങ്ങൾ ഇവിടുന്ന് 8:30 ഇറങ്ങിയതല്ലേ, ആകെ ഒരു ടെൻഷൻ. അതിന് ഇവിടുത്തെ നമ്പർ എവിടെ കിട്ടി? അത് ഞാൻ ഫോൺ ഡയറക്ടറി നോക്കിയെടുത്താ. അപ്പൊ ഒന്ന് വിളിക്കാൻ തോന്നി, മിസ് ചെയ്ത്. മിസ് ചെയ്യാൻ ഞാൻ ഗൾഫിലേക്കൊന്നും അല്ല പോയത്. 2 മണിക്കൂർ മുമ്പല്ലേ അവിടെ നിന്ന് പോകുന്നത്. നീ എന്തൊക്കെയാണ് ആശ കാണിക്കണത്? ഇവിടെ ടെൻഷൻ അടിച്ചിട്ടുള്ള പണിയാണ്. ഡിന്നർ പോലും കഴിച്ചിട്ടില്ല, അറിയോ? ദേ, ഒച്ച ഉണ്ടാക്കണ്ട. എനിക്ക് വയ്യാതിരിക്കാന്നറിയാലോ. മാത്രല്ല, നിങ്ങൾ ഈ ഒച്ച ഉണ്ടാക്കണ ആരെങ്കിലും കേട്ടാ എന്ത് വിചാരിക്കും? ഓളോ പറയണേക്ക്. ഫോണൊന്ന് നോക്കോ. ചേട്ടൻ ഈ ഡ്യൂട്ടി തീർത്തിട്ട് വരാം. എന്നോട് എന്തോരം ഇഷ്ടമുണ്ട്. ഒരുപാട്. ഒരുപാടെന്ന് വെച്ചാ? ഒരുപാടെന്ന് വെച്ചാ ഒരുപാട്. വേഗം വാ. അയ്യോ, നീ വെച്ചേ അപകടം. ഐ ലവ് യു ട്ടാ. ലവ് യു ടു. പേടിത്തൊണ്ട്. പിന്നെ ഒരു കാര്യം, ലിസ്റ്റിൽ 88,000 ആയിരിക്കും എന്ന് വെച്ച് കൃത്യമായിട്ട് അതന്നെ എടുക്കരുത്. 4-5 ലക്ഷം അങ്ങ് എടുത്തോ. 4-5 ലക്ഷോ? ആരായാലും കുഴപ്പമില്ല. ഞാൻ സാധാരണ കള്ളനല്ലേ. ഓ, എന്നാ ഒരു 2 ലക്ഷമെങ്കിലും ഒന്ന് കൊണ്ടുപോവാ. അതൊന്നും ശരിയാവൂല. നമ്മൾ അത്യാഗ്രഹം കാണിച്ചാലേ ദൈവകോപം ഉണ്ടാവും. ഹലോ 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 ഹലോ. എന്തായിട്ടാ ശബ്ദം കേട്ടത്? പെൻഡിലും അടിച്ചതാ. അതെന്താ സാധനം? എന്നുവെച്ചാ ഈ വലിയ ക്ലോക്കിന്റെ അടിയിൽ തെക്കോട്ടും വടക്കോട്ടും ഒരു കാര്യമില്ലാണ്ട് ഒരു സാധനം തൂങ്ങിക്കിടന്ന് ആടൂലേ, ആ സാധനം. ഓ, സിനിമയിലൊക്കെ ഉള്ളത് വലിയ ക്ലോക്ക്. പണക്കാരുടെ വീട്ടിലൊക്കെ ഉള്ളതല്ലേ? അത് തന്നെ. ഭയങ്കര വെയിറ്റ് ആണോ? ഒരുപാട് വലുതാണോ? പിന്നെ അല്ലാണ്ട്. ഈ ക്ലോക്ക് ഞാൻ എടുത്തുകൊണ്ട് വന്നോന്നാണോ മോൾ ഉദ്ദേശിച്ചത്? ഞാൻ വേണോന്ന് പറഞ്ഞോ? എനിക്കതൊന്നും വേണ്ട. പക്ഷെ ഭാര്യക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് വല്ല വിചാരമുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ കുറെ സാധനങ്ങളുണ്ട്. ഇത് നിനക്ക് ഏത് ഗിഫ്റ്റാ വേണ്ടതെന്ന് ഞാനെങ്ങനെ അറിയും? ഓ, നിങ്ങൾക്ക് പിന്നെ എന്താ അറിയാവുന്നേ? ഇവിടത്തെ ഫ്രിഡ്ജ് തന്നെ നമ്മുടെ അടുക്കളയുടെ അത്ര ഉണ്ട്. അത് ഞാൻ എടുത്തുകൊണ്ട് വരണോ? ക്ലോക്കും ഫ്രിഡ്ജും ഒന്നും എനിക്കൊന്നും വേണ്ട. ഞാൻ ഈ പണക്കാരുടെ വീടൊന്നും കണ്ടിട്ടില്ല. ഞാനവിടെ വന്നിരുന്നെങ്കിലേ അവിടെ താമസിക്കുന്നവരെൻ്റെ കുഷ്മോണ്ട് ചത്തേനെ. എന്തെങ്കിലും നല്ലൊരു ഗിഫ്റ്റ് കൊണ്ടുപോവാ. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നാലോ സെലക്ട് ചെയ്യാൻ? സെലക്ട് ചെയ്യാനാ? മോളു, ഞാൻ ലുലു മാളിലേക്കല്ലല്ലോ വന്നേക്കണത്. വല്ലോന്റെ വീട്ടിൽ മോട്ടിക്കാൻ വന്നേക്കല്ലേ. ശരി, എന്നാ ഒരു മത. ഇനി ഫോൺ വെച്ചോ. ഏട്ടനാദ്യം വെക്കി. ഞാൻ വെക്കുവാണേ. ഉമ്മ. അയ്യോ, ബാഗ്. അയ്യോ, ലഗേജ്. എന്റെ ലഗേജാ? അതെ. യോ, ഇവിടെ നെറ്റ്വർക്ക് ഇല്ല. നോട്ട് ഈവൻ എ പോയിന്റ്. നെറ്റ്വർക്ക് പോലും ഇല്ല. നമ്മൾ രണ്ടുപേരും മാത്രം. നോട്ടി. ഇല്ല, ഫോൺ പെട്ടിക്കൊണ്ട് പോയിക്കോളൂ. ആദർശ്, എന്റെ ലഗേജ് എടുത്തേക്ക്. കൊണ്ടുപോരാ.
See? No network. ഐസ് അവിടെ. താങ്ക് യു. Wow. This is really beautiful. താങ്ക് യു. അമ്മായപ്പന്റെ സമ്മാനായിരുന്നു കല്യാണത്തിന്. ആണോ? So nice. ഇവിടെ ഇഷ്ടംപോലെ മുറിയുണ്ട് മുകളിലും താഴെയിട്ട്. Haha. ശ്രദ്ധയ്ക്ക് മുകളില താഴെയാ എവിടെയാണെങ്കിൽ ചൂസ് ചെയ്യാം. Okay. തനിക്കപ്പോ ഫ്രഷ് അപ്പ് ആയിട്ട് വരാമല്ലോ. ഞാൻ എന്തായാലും ഫ്രഷ് ആയിട്ട് വരാം. Okay. ഈ ലഗേജ് Next time. ഓക്കെ കൂൾ. Wow. This is so huge. ഇവിടെ ഇരിക്കണ ചേഞ്ച് ചെയ്യണില്ല ഇതൊന്നും. ഇപ്പൊ ഇല്ല. ഏ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിക്കൂ. എനിക്ക് കുറ്റബോധം വരുന്നുണ്ട്. എന്തിന്? നിങ്ങൾ എന്താ എന്നെ പറ്റി വിചാരിക്കുന്നത്? നമ്മൾ വലിയ അടുപ്പാവുന്നതിന് മുമ്പ് ഞാൻ കൂടെ വന്നു. ഈസി ആയി പോയെന്ന് തോന്നുന്നുണ്ടോ? ഏയ് അങ്ങനെ ഒരു തോന്നൽ ഒരിക്കലും ഇല്ല. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഏട്ടാ. നമുക്ക് കുറച്ചുകൂടെയും പേഴ്സണലായിട്ട് സംസാരിക്കാൻ മുകളിൽ പോയല്ല. ഗുഡ് ഐഡിയ. ഗുഡ് ഐഡിയ. എങ്ങോട്ടാ? മുകളിലേക്ക്. അതല്ല, കുറച്ചു നേരം സംസാരിക്കാന്നാ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ പറ. ലൈക്ക് കുട്ടിക്കാലത്തെ കഥകള് അങ്ങനെ. കുട്ടിക്കാലത്തെ കഥകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പഴയ കഥകൾ. ഇന്ദിരാഗാന്ധി വധത്തിന്. അയ്യോ അതല്ല. ലിസൺ, ഫോർ എക്സാമ്പിൾ എന്റെ ചെറുപ്പത്തിലാണെങ്കിൽ ഐ വാസ് എ ഗ്രേറ്റ് ഡാൻസർ. എനിക്ക് 1 വയസ്സുള്ളപ്പോഴും മൈക്കിൾ ജാക്സന്റെ എല്ലാ സ്റ്റെപ്സും പറ്റുമായിരുന്നു. മൂൺ വോക്ക് ആൻഡ് ഓൾ. 1 വയസ്സുള്ളപ്പോഴാ? പിന്നെ എനിക്ക് 1.5 വയസ്സുള്ളപ്പോഴേ ഞാനൊരു എക്സലന്റ് സിംഗർ ആണെന്ന് ഡാഡി കണ്ടുപിടിച്ചു. ഡാഡി എന്നെ രാവിലെ പുഴയിൽ കൊണ്ടുപോയിട്ട് മുക്കി പിടിക്കുമായിരുന്നു. എന്തിന്? സാധകം ചെയ്യാൻ. ത്രോട്ട് ക്ലിയർ ആവാൻ കഴുത്തറ്റം വെള്ളത്തിൽ കിടക്കണം. ഗ്രേറ്റ് ഡാഡ്. ഐ നോ. നമുക്ക് എന്നാ മുകളിലേക്ക്. ഇനി യോർ സ്റ്റോറീസ്. ലൈക്ക് 1.5 വയസ്സുള്ളപ്പോ ഞാനൊരു കുട്ടിയായിരുന്നു. രാഷ്ട്രത്തെ കുറിച്ച് പോലും ചിന്തിച്ചിട്ടില്ല. പിന്നെ രാഷ്ട്രീയം. പിന്നെ ഹൈസ്കൂളിലൊക്കെ എത്തിയപ്പോഴാണ് രാഷ്ട്രീയത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. പിന്നെ കലാലയ രാഷ്ട്രീയത്തിലേക്ക് കടന്നു. എന്ത് ബോറിംഗ് ആണ് ഈ പരിപാടി. ആക്ച്വലി ശ്രദ്ധയുടെ ഹസ്ബൻഡും ഒക്കെ സംസാരിക്കുന്ന ചില വിഷയങ്ങളില്ലേ, അതുപോലത്തെ നോട്ടി വിഷയങ്ങൾ. എല്ലാം നശിപ്പിച്ചു. നിങ്ങൾ എന്തിനാ എന്റെ ഭർത്താവിന്റെ കാര്യം ഓർമ്മിപ്പിക്കുന്നത്? brought back all my remorse. എന്റെ ഹസ്ബൻഡിന്റെ കഴിവുകൾ കണ്ടില്ല. He's always busy with his own stuffs. പുള്ളിക്ക് എല്ലാവരുടെയും കാര്യം അന്വേഷിക്കാൻ താല്പര്യമുണ്ട്. ഞാൻ എവിടെയുണ്ട്, ജീവിച്ചിരിപ്പുണ്ടോ തിരക്കാറില്ല. എന്റെ ഡാൻസും പാട്ടും he just never enjoyed. അതാണ് നിങ്ങളെ എനിക്കിഷ്ടം. നിങ്ങൾ എത്ര ബിസി മാൻ ആയിട്ടും എന്റെ ഡാൻസും പാട്ടും എൻജോയ് ചെയ്യുന്നുണ്ട്. അതെന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. You know? Tell me one thing. Why do you like me? You are singing, dancing,
യു ആർ ബ്യൂട്ടിഫുൾ, ബോൾഡ്, ഹോട്ട്, സെക്സി. എന്റെ ശരീരത്തെ അല്ലല്ലോ സ്നേഹിക്കുന്നത്. ഏയ്, ശരീരം ഇന്ന് വരും നാളെ പോവല്ലോ. സോൾ. ഉള്ളത് ഓപ്പൺ ആയിട്ട് പറയണം. ആ. എന്നെ പറഞ്ഞു പറ്റിക്കാൻ പാടില്ല. എങ്ങനെയാണോ അങ്ങനെ പറയണം. ഉം. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇല്ല. എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ എന്താ കാരണം? എന്റെ സോളായിരിക്കും അല്ലേ? എനിക്ക് തോന്നി നിങ്ങളൊരു കള്ളനാണെന്ന്. കള്ളക്കാമുകൻ. എന്താ? ആരെ ചിരിച്ചത്? നോ, യു ലാഫ്ഡ്. നമ്മളല്ലാതെ ഇവിടെ മറ്റാരുണ്ട്? എന്താ? What happened? What? എന്റെ ഇൻഡ്യൂഷൻസ് ഒരിക്കലും തെറ്റാറില്ല. What are you searching? മരപ്പട്ടി എന്തേലോ? ഇത് വല്ല ഹോണ്ടഡ് ഹൗസ് ആണോ? ഹോണ്ടഡ് ഹൗസ് ഒന്നുമല്ല. പണ്ടാരോ ഇവിടെ മരിച്ചിട്ടുണ്ട്. അത് പനിയൊന്ന് വയറിളകിയിട്ടും തോന്നുന്നു. പിന്നെ രണ്ടുപേരുള്ളപ്പോ പ്രായത്തെ പേടിക്കണ്ടല്ലോ. ഒറ്റയ്ക്കാവുമ്പോ പേടിച്ചാ പോരെ. You're funny. And this is what I like about you. നമുക്ക് രണ്ടെണ്ണം അടിച്ചാലോ? Sure. Yeah. ഗുഡ് ഐഡിയ. Good idea. Then come. And the luggage and my bag also. Oh, okay. ഈ കുരിശെന്തിനാണ് മുകളിലേക്ക് കയറി വരുന്നത്? Wait ഉണ്ടോ? വേണേ ഹെൽപ്പ് ചെയ്യാം. ഇതൊക്കെ എന്തു ഭാരം വൃത്ത. നിയമസഭയിൽ ഞാൻ രണ്ടു പക്ഷത്തെ ഈ കയ്യിൽ താങ്ങിയിട്ടുണ്ട്. You're great. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ ഭാരം. I will show you something. എങ്ങനെയുണ്ട്? Oh, nice. You too. Interesting. Very interesting. ഇപ്പൊ തന്നെ. So many bottles, huh? Yes, bottles. Wow. This is so cool. Cool. Working ആണോ ഇത്? Huh? Cheers. Cheers. You know, എനിക്ക് വേണ്ടത് എന്നെ മനസ്സിലാക്കുന്ന ഒരാളെയാ. You know what? I know. And ഞാൻ നോട്ടീസ് ചെയ്തു, നിങ്ങൾ അത്ര പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളല്ല എന്റെ ഹസ്ബൻഡിനെ പോലെ. You're actually very sweet. ഞാൻ ഇതിലും സ്വീറ്റ് ആണ്. നമുക്ക് ബെഡ്റൂമിൽ പോയി സംസാരിച്ചാലോ? റൂമിലേക്ക് പോവാം. ആ. പക്ഷേ ഫസ്റ്റ് കുറച്ചു നേരം സംസാരിക്കാം, ചില്ല് ചെയ്യാം. യുനോ, വർത്താനം അങ്ങനെയല്ല. നമുക്ക് ചില്ല് ചെയ്യാം. പക്ഷെ ഇവിടെ ഇരുന്ന് ചില്ല് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണല്ലോ ബെഡ്റൂമിനകത്ത് പോയിരുന്ന് ചില്ല് ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? എന്താ അത്? എന്താ ഇത്ര ധൃതി? നിങ്ങൾ ഇങ്ങനെ എന്റെ ഭർത്താവിനെ പോലെ ബോറാവണം. ഞാൻ ഇറങ്ങി എന്റെ പാട്ടിന് പോക്കെ. പൊക്കോ പൊക്കോ. അല്ല, ഞാൻ ചുമ്മാ ഒരു കളിക്ക്. അയ്യോ അയ്യോ, ആക്ച്വലി ഞാൻ ആ കളിയെ കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ ഈ തമാശ കളി. ശ്രദ്ധ, അങ്ങനെ ചെയ്യരുത്. No, seriously. Move. I don't want to be here. ശ്രദ്ധ, പ്ലീസ്. എന്റെ bag എടുത്തേക്ക്. ഞാൻ കാല് പിടിച്ച് പറയാ. No, I don't want to hear you. കാല് പിടിക്കില്ല. ശ്രദ്ധ, ശ്രദ്ധ, പ്ലീസ് പ്ലീസ്, ഡോണ്ട് ഗോ. ഐ എം സോറി, സോറി, റിയലി സോറി. ഞാൻ വേണം വെച്ചിട്ട് പറഞ്ഞതും ചെയ്തല്ല. No. ശ്രദ്ധ, ആക്ച്വലി ഇതൊന്നും എനിക്കത്ര പരിചയമില്ല.